ചേട്ടാ ബുക്ക് എന്തെങ്കിലും വേണോ? ബുക്സ് വേണം. ആഹാ, ഇതെന്താ ഇവിടെ? ഓ, ഇത് നിങ്ങളായിരുന്നോ? വാട്ട് എ ചേഞ്ച്. ഇരിക്കെ, സൂക്ഷിച്ച്. ആ, അന്ന് പുസ്തകം വേണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതേട്ടാ, സാഹചര്യങ്ങളെല്ലാം മാറ്റിമറിച്ചു. അല്ല, നിങ്ങളിപ്പോഴും പുസ്തകം വിറ്റ് നടക്കുവാണോ? ആ, ബുക്ക് വിൽപ്പന നടത്തിക്കൊണ്ട് തന്നെ ഞാൻ അന്ന് നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ പോലെ തന്നെ UPS എക്സാമിന് പ്രിപ്പയർ ചെയ്യായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെയും ലെക്ചേഴ്സും കേൾക്കുമായിരുന്നു. ലൈബ്രറിയിൽ ജോലി ഉണ്ടായിരുന്ന എൻ്റെ അമ്മ ദിവസവും ഓരോരോ ബുക്കുകൾ വായിച്ച് റെക്കോർഡ് ചെയ്ത് അതെനിക്ക് അയക്കുമായിരുന്നു. സമയം അനുസരിച്ച് ഞാനത് കേൾക്കും. അമ്മ വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഓരോ സബ്ജക്റ്റും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. മെയിൻസ് എക്സാം എഴുതി അതിൽ പാസ്സായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. റിസൾട്ട് അറിയാൻ വേണ്ടി എൻ്റെ അമ്മ എൻ്റെ ടാബിൽ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നേരത്തെ 4 പ്രാവശ്യം എക്സാം എഴുതിയ ഞാൻ 5ാം തവണയും ഫെയിൽ ആവുന്നുള്ള പേടിയുണ്ടായിരുന്നു. രവി, മോനെ നീ പാസ്സാടാ. അമ്മേ, താങ്ക്സ് അമ്മേ. ആദ്യമായിട്ട് എൻ്റെ കാഴ്ചയില്ലാത്ത കണ്ണീന്ന് കണ്ണുനീര് വന്നു. മാനം തൊട്ട കുട്ടിയുടെ സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. അതെൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. വാവ്, ഗ്രേറ്റ് ഏട്ടാ. എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒന്നും യാഥാർത്ഥ്യമായില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിച്ചത് നേടിയെടുത്തില്ലേ? കൺഗ്രാറ്റ്സ്. അല്ല, അതൊക്കെ പോട്ടെ, പിന്നെയും ഈ പുസ്തകം വിറ്റ് നടക്കുന്നത് എന്തിനാ? ഭൂമി അതിന്റെ കറക്കം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കും പകല് സൂര്യനെയും കാണാൻ കഴിയില്ല, രാത്രി നക്ഷത്രങ്ങളുടെ തിളക്കവും കാണാൻ സാധിക്കില്ല. മനുഷ്യനായിട്ടുള്ളവൻ പറഞ്ഞ വാക്കും മറന്നുപോയേക്കാം, കേട്ട വാക്കും മറന്നുപോയേക്കാം. എന്നാ അന്നം തന്ന തൊഴിലിനെ എത്ര ഉയരത്തിലെത്തിയാലും മറക്കാൻ പാടില്ല. നിങ്ങൾ ഗ്രേറ്റാ. എക്സ്ക്യൂസ് മീ, എന്നെ ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ഹേയ്, നിങ്ങളെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ഞാനിപ്പോ ഒരുപാട് സന്തോഷത്തിലാ. അത് നീ കാരണം സൂര്യ. അന്ന് നീ എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ അത്? ആ വാക്കുകളാണ് എനിക്ക് വീണ്ടും ധൈര്യം തന്ന് ഡാൻസ് ചെയ്യാനുള്ള മനസ്സുണ്ടാക്കിയത്. ഈ ലോകത്തിന് മുമ്പില് ഞാൻ ആരാണെന്ന് തെളിയിക്കണമെന്നുണ്ടായിരുന്നു. എന്റെ പേടികളിൽ നിന്നെല്ലാം ഞാൻ പുറത്തു വന്നു. ഒറ്റക്കാലില് ഡാൻസ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു എനിക്ക്. പക്ഷെ താഴെ വീണു. പക്ഷെ തോറ്റു പിന്മാറാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ഞാൻ പിന്നെയും ഡാൻസറായി മാറി. ഞാൻ വീണ്ടും എന്റെ ചിലങ്ക എടുത്തണിഞ്ഞു. ആ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നെക്സ്റ്റ് സൺഡേ എന്റെ സോളോ പെർഫോമൻസ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും വരണം. സൂപ്പർ, റിയലി ഗ്രേറ്റ്. നിങ്ങൾ നേടിയെടുത്തു, ഇദ്ദേഹം നേടിയെടുത്തു. എനിക്ക് മാത്രം നേടാനായില്ല. ഞാൻ മാത്രം ഒന്നും നേടാൻ പറ്റാതെ വേസ്റ്റ് ആയിട്ട്. ഏയ് ജെന്റിൽമാൻ, ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുമല്ലോ. അതും ഒരു വലിയ കാര്യം തന്നെയാ. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുമല്ലോ. അതും ഒരു വലിയ കാര്യം തന്നെയാ. സർ, നിങ്ങളുടെ മകളുടെ സ്വപ്നത്തിന് ഞാൻ കൂടെയുണ്ട്. അവളുടെ സ്വപ്നം ഞാൻ നിറവേറ്റി കാണിക്കും. കൂടെയോ ഉയർത്തിടുമോ എൻ തോഴിയേ.
ഹലോ സർ, സ്വപ്ന കോളേജിന്റെ ഫോമിൽ നിങ്ങളൊരു സൈൻ ചെയ്യേണ്ടി വരുമല്ലോ. നിങ്ങൾക്ക് സിഗ്നേച്ചർ ഇടാതിരിക്കാൻ യാതൊരു റീസൺസും ഇല്ല സർ. ആസ് പെർ യൂണിവേഴ്സിറ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബിൽഡിംഗ്, ക്ലാസ് റൂം സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ പെർഫെക്റ്റ് ആണ്. ലെക്ചറേഴ്സ്, ലാബ് എക്യുപ്മെന്റ്സ്, ഇതിലൊന്നും യാതൊരു കുറവും വരുത്തിയിട്ടില്ല അവര്. ഇനിയും വേറെന്താ വേണ്ടത് സാറേ? സാർ സൈൻ ചെയ്യുന്നതാണ് നല്ലത്. Students power. പതുക്കെ മോനെ സൂക്ഷിച്ച്. Ha ha ha!